ശ്രീജിത്ത്, ഒപ്പം തന്നെ ഈ ശ്രീജിത്ത് ഉൾപ്പെടെയുള്ള നമ്മുടെ റിപ്പോർട്ടർമാർ ഇന്നലെ സൂചിപ്പിച്ചിരുന്ന ഒരു കാര്യമുണ്ട്. അതായത് രക്ഷാപ്രവർത്തനം നടക്കുന്ന ഈ മേഖലകളിലെല്ലാം തന്നെ അതീവ ദുർഗന്ധം വമിക്കുന്ന ഒരു സാഹചര്യം. നമുക്കറിയാം, നിരവധി പേരാണ് മണ്ണിനടിയിൽ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നത്. ഇവരെ രക്ഷിക്കാനുള്ള ഒരു ദൗത്യം തന്നെയാണ് നമ്മൾ ഇപ്പോഴും ആരംഭിക്കുന്നത്. ഈ പുതഞ്ഞു കിടക്കുന്ന മണ്ണിൽ ഇത്തരത്തിലുള്ള ദുർഗന്ധം വമിക്കുന്ന ഒരു അവസ്ഥയിൽ രക്ഷാപ്രവർത്തനം തുടരുക എന്നത് അതീവ ദുർഘടം പിടിച്ച അല്ലെങ്കിൽ അതീവ സാഹസികമായ ഒരു കാര്യം തന്നെയാണ്. ഇന്നിപ്പോൾ വടക്കൻ കേരളത്തിൽ മഴ ശക്തമാകുമെന്നൊരു മുന്നറിയിപ്പ് കൂടെയുണ്ട്. നിലവിലെ കാലാവസ്ഥ ഏത് തരത്തിലാണ്? രക്ഷാപ്രവർത്തനം അല്പസമയത്തിനകം തന്നെ പുനരാരംഭിക്കുമ്പോൾ ഏത് രീതിയിലുള്ളൊരു കാലാവസ്ഥയാണ് അവിടെയുള്ളത് ശ്രീജിത്ത്? ഇന്ന് പുലർച്ചെ വരെ മഴയുണ്ടായിരുന്നു. ചൂരൽമല മേഖലയിൽ ഇപ്പോഴും മൂടിക്കെട്ടിയ അന്തരീക്ഷമുണ്ട്. അതുകൊണ്ട് തന്നെ മഴ പെയ്യാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അത് ഈ വയനാടിന്റെ ഒരു കാലാവസ്ഥ, വയനാട്ടിലെ ഒരു പഴയ കാലാവസ്ഥ നോക്കുകയാണെങ്കിൽ മഴ ഇങ്ങനെ നൂലുപോലെ പൊഴിയുന്ന ഒരു കാലാവസ്ഥയാണ് വയനാട്ടിൽ ഉണ്ടായിരുന്നത്. കാലാവസ്ഥ വ്യതിയാനത്തെ തുടർന്നൊക്കെയാണ് ഇപ്പോൾ അതിലൊക്കെ മാറ്റം വന്നത്. അപ്പോൾ ഈ മഴക്കാലമായാൽ വയനാട്ടിൽ മഴ പെയ്യുന്ന എപ്പോഴും ഇങ്ങനെ ചെറിയ രീതിയിൽ പെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥിതിയുണ്ട്. ഇപ്പോഴും മൂടിക്കെട്ടിയ അന്തരീക്ഷമുണ്ട്. മഴ പെയ്യാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. എന്നാൽ അതൊന്നും ഈ രക്ഷാപ്രവർത്തനത്തെ, തെരച്ചിലിനെ ബാധിക്കാത്ത തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം അതൊന്നും വകവെക്കാതെയാണ് സൈന്യവും NDRF സംഘവും ഒപ്പം തന്നെ സന്നദ്ധ പ്രവർത്തകരും ഈ പരിശോധനയെല്ലാം ഈ ദിവസങ്ങളിലെല്ലാം നടത്തിയിരിക്കുന്നത്. ഇന്നലെയൊക്കെ എല്ലാ മേഖലയിലും ശക്തമായ മഴയുണ്ടായിരുന്നു. പക്ഷേ അവർ അതൊന്നും വകവെക്കാതെ തന്നെ ഈ ആളുകളെ കണ്ടെത്താനുള്ള പ്രവർത്തനങ്ങളാണ്. എന്നാൽ ഏറ്റവും ഈ വലിയ ഹിറ്റാച്ചുകൾ കൊണ്ടുപോലും മറിച്ചിടാൻ കഴിയാത്ത തരത്തിലുള്ള വലിയ മരങ്ങളാണ് പല സ്ഥലങ്ങളിലും ഒന്ന് അടിഞ്ഞിരിക്കുന്നത്. ഈ മരങ്ങളൊക്കെ ഒന്ന് ഇളക്കിയിടുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ ദൗത്യമാണ്. കാരണം നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയ വണ്ണവും വീതിയും ഒക്കെയുള്ള മരങ്ങൾ, പിടിച്ചാൽ പിടിമുറ്റാത്തതെന്നൊക്കെ പറയുന്ന പോലെ അപ്പുറത്തേക്കുള്ള മരങ്ങളാണ് ഈ കാട്ടിൽ നിന്നൊക്കെ ഈ ഉരുൾ പൊട്ടിയതിനൊപ്പം ഒലിച്ചിവിടെ ഒന്ന് അടിഞ്ഞു കയറിയിരിക്കുന്നത്. അതൊക്കെ ഇളക്കി മാറ്റി അതിനടിയിലുള്ള ചെളി മാറ്റി ഉള്ള പരിശോധന വളരെ ദുഷ്കരമായ ദൗത്യമാണ്. ആ ദൗത്യമാണ് നമ്മുടെ രക്ഷാ സംഘം, ഈ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന NDRF സംഘവും സൈന്യവും അതോടൊപ്പം സന്നദ്ധ പ്രവർത്തകരും ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗവും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്.